ഹായ് നമസ്കാരം. നുറുങ്ങ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പിലോപ്പിയാണ് എടുത്തേക്കണത്. ഇത് നമുക്ക് ഇതിൻ്റെ മുള്ളും തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി നുറുക്കിയെടുക്കാം. നമുക്ക് ഇത് കുടംപുളി ഇട്ട് മുളകിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പിലോപ്പി മുള്ളൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി നുറുക്കി കഷ്ണങ്ങളായിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ പിലോപ്പി മീനിൻ്റെ മുള്ളൊക്കെ വെട്ടി തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ് നുറുക്കി കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം. കുറച്ച് ആൾക്കാർ ഇത് കല്ലുമ്മേൽ വെച്ച് ചെതുമ്പലൊക്കെ കളഞ്ഞ് കല്ലുമ്മേൽ വെച്ച് തേച്ച് അരച്ചെടുത്ത് കറി വയ്ക്കാറുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് തൊലി പൊളിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂട് ആവട്ടെ. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്, പച്ചമുളക്, വേപ്പില, ചുവന്നുള്ളിയും സവാളയും കൂടി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് വഴന്ന ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചി വേപ്പിലയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് അരപ്പ് തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം.
നമുക്ക് അരപ്പൊക്കെ പൊത്തി നമുക്ക് വെക്കാം. ഇനി ഒരു മൂടി വെച്ച് നമുക്ക് ഒരു 25 മിനിറ്റ് വേവിച്ചെടുക്കാം. നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചാറൊക്കെ വറ്റി വരണുണ്ട്. നന്നായിട്ടൊന്ന് വറ്റട്ടെ. കലത്തിൻ്റെ കൂടി എടുക്കാം. ഇനി നമുക്ക് ചാറ് വറ്റുന്നൊന്ന് തുറന്നു നോക്കാം. ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ചാറ് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്കിനി കറി ഇറക്കാം. നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഉപ്പും പുളിയും എരിവും ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിലോപ്പി കറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.